ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി കൊത്തമര തോരനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം കൊത്തമര എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് വശവും ഇതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്ത് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ നല്ല പൊടിയായിട്ട് തന്നെ ഈ കൊത്തമര കട്ട് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം അതിൻ്റെ ഒരു കയ്പ്പ് ഒരു രസമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നല്ല പൊടിയായി കട്ട് ചെയ്യുക. അപ്പോൾ നല്ലോണം ഉപ്പും മുളക് പിടിക്കും. കട്ട് ചെയ്ത കൊത്തമര ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴുകിയിട്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 3 പച്ചമുളക് പൊടിയൊക്കെ ഇട്ടത്, ഒരു 10 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും, ഒരു 1/4 മുറി നാളികേരം. അപ്പോൾ ചുവന്നുള്ളി 10 തന്നെ എടുക്കുക. അപ്പോൾ നല്ല രുചി ഉണ്ടാവും. ഒരു കടായിലേക്ക് കൊത്തമര ഇട്ട് നികരെ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും ഒരു 1/4 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു. ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മളൊരു 5 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. 5-6 മിനിറ്റ് വേവിച്ചെടുക്കുക. അതൊരു 3/4 വേവാവണം. ഇപ്പം ഞാനൊരു 6 മിനിറ്റ് ഇത് വേവിച്ചെടുത്തത് 3/4 വേവായിട്ടുണ്ട്. ഇത് നമ്മളൊക്കെ ഒന്ന് കോരി മാറ്റാം. ഇപ്പം അതിലേക്ക് അല്പം ഉപ്പും എരിവെല്ലാം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് സ്ട്രെയിനറിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി അടുപ്പിൽ വെക്കുക. തീ മീഡിയം ഫ്ലെയിമിലിടുക. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർത്താലാണ് നല്ല നാടൻ തോരൻ്റെ രുചി വരുള്ളൂ. എണ്ണ ചൂടാകുമ്പോൾ 1/4 സ്പൂൺ ഉഴുന്ന് പരിപ്പും 1/4 സ്പൂൺ കടുക് ഇട്ടുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂപ്പായി വരുന്ന സമയത്ത് ചുവന്നുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി നല്ലപോലെ ഒന്ന് മൂപ്പാവട്ടെ. അപ്പോൾ ഇതേപോലെ തോരൻ വയ്ക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊത്തമര കഴിക്കാത്തവർ പോലും ഇത് കഴിച്ചിരിക്കും. ചുവന്നുള്ളി ഒന്ന് മൂപ്പായി വന്ന ശേഷം 2 തണ്ട് കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആ വെളിച്ചെണ്ണയിൽ ആ മുളക് പൊടിയൊക്കെ ഒന്ന് മൂപ്പായി വരട്ടെ. അപ്പോൾ നല്ല രുചിയാണ്. ഇനി അതിലേക്ക് കൊത്തവര ചേർത്ത് കൊടുക്കാം. കൊത്തവര ചേർത്ത് നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. 1 മിനിറ്റോളം അതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും. ഇനി അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. പോരാത്ത ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. നേരത്തെ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിലേക്ക് ആ നാളികേരം ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുക. നാളികേരം ചിരകിയത് ചേർത്തിട്ട് അതേപോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ തോരൻ വയ്ക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാളികേരം ചിരകിയത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഇതേപോലെ സെറ്റാക്കിയിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ശരിക്കും ആ നാളികേരമൊക്കെ നല്ല രുചിയെല്ലാം കൊത്തവരയിലേക്ക് ചേർന്ന് പിടിച്ചിട്ടുണ്ടാവും. ആ ചുവന്നുള്ളിയുടെയൊക്കെ മണം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചു. കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അടിപൊളി കൊത്തമര തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ തോരൻ വെക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി തോരനാണ്. കഞ്ഞിയുടെ കൂടെ നല്ല സൂപ്പറായിരിക്കും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്